فتعالى الله الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما. السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد. പ്രിയ ചരിത്ര പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന മേഖലയിൽ സംഭവിച്ച ഓരോ സംഭവ വികാസങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇസ്രാഇൻ്റെ മിഅ്റാജിൻ്റെ സംഭവത്തെ പറ്റി പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ നമ്മൾ വിവരിച്ചു കഴിഞ്ഞു. പ്രവാചക ജീവിതത്തിലെ നാഴികക്കല്ലായ ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ബൈഅത്തുൽ അഖബത്തുൽ ഊല, ഒന്നാം അഖബ ഉടമ്പടി. മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, ഹജ്ജിൻ്റെ സീസണിൽ അഥവാ നബുവത്തിൻ്റെ 11-ാം വർഷം യസ്രിബിൽ നിന്നും മദീനയിൽ നിന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച 6 പേരെ പറ്റി. അവരന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിന്ന് പിരിയുമ്പോൾ തങ്ങളുടെ നാട്ടിൽ ചെന്ന് ഈ റിസാലത്ത്, ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുമെന്ന് വാഗ്ദാനം നടത്തിയിരുന്നു. അതിൻ്റെ പടിയായി ഈ 12-ാം വർഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ നുബുവത്തിൻ്റെ 12-ാം വർഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഏകദേശം 12ഓളം ആളുകളെത്തി. അവരിൽ നേരത്തെ പറഞ്ഞ 6 പേരിൽ 5 പേരുണ്ടായിരുന്നു. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരത്തെ പറഞ്ഞതുപോലെ അതിന് മുമ്പുള്ള വർഷം കണ്ടുമുട്ടിയ ഒരാളുകളാണ്. 6ാമനായ ആൾ അന്ന് വന്നിട്ടില്ല. 6ാമനായ ആൾ ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ആണ്. അവരല്ലാത്ത 7 പേരും കൂടി പിന്നീട് കൂടിയെന്നാണ് ഈ പറഞ്ഞ പുതുതായി വന്ന ആളുകളായ. ഒന്ന് മുആദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, ദക്വാൻ ബിൻ അബ്ദുൽ ഖൈസ്, ഉബാദത്ത് ബിൻ സാമിത്ത്, യസീദ് ബിൻ തഅലബ, അബ്ബാസ് ബിൻ ഉബാദത്ത് ബിൻ നദുല, അബുൽ ഹൈസം ബിൻ തൈഹാൻ, ഉവൈബ് ബിൻ സാഇദ റളിയല്ലാഹു അൻഹും. ഇവരിൽ അവസാന 2 ആളുകൾ, അവസാനം പറഞ്ഞ 2 ആളുകൾ അഥവാ അബുൽ ഹൈസമും ഉവൈബും അവർ ഔസ് ഗോത്രത്തിൽപ്പെട്ട ആളുകളായിരുന്നു. ബാക്കിയുള്ള ആളുകളെല്ലാം ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട ആളുകളായിരുന്നു. ഇവരൊക്കെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മിനയിൽ വെച്ച് ആ അഖബയിൽ, ആ ഉടമ്പടിയിൽ റസൂലുമായി സന്ധിച്ച ആളുകളാണ്. അതേപോലെ തന്നെ സ്ത്രീകളും ഉണ്ടായിരുന്നു. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ബൈഅത്ത് വാങ്ങിയത്. ബൈഅത്ത് വാങ്ങുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിനെ എല്ലാ നിലക്കും അംഗീകരിച്ചുകൊണ്ട് അവിടുത്തെ പിന്തുണയ്ക്കുന്നു എന്നതാണ് ബൈഅത്ത് കൊണ്ടുള്ള ഉദ്ദേശം. റസൂൽ പറഞ്ഞു, നിങ്ങൾ വരിക, എന്നോട് ബൈഅത്ത് ചെയ്യുക. ഏതൊക്കെ കാര്യങ്ങളിലാണ് ബൈഅത്ത് ചെയ്യേണ്ടത് റസൂൽ പറഞ്ഞു കൊടുത്തു. ഒന്ന്, നിങ്ങൾ അള്ളാഹുവോട് യാതൊരാളെയും പങ്കു ചേർക്കരുതെന്നും അല്ലാ തുശ്രികൂ ബില്ലാഹി ഷൈഅൻ വലാ തുസ്രിഖു നിങ്ങൾ മോഷണം നടത്തരുതെന്നും അതേപോലെ തന്നെ വലാ തസിനു നിങ്ങൾ വ്യഭിചരിക്കരുതെന്നും വലാ തഖ്തുലു ഔലാദക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലരുതെന്നും നിങ്ങളുടെ കൈകാലുകൾക്കിടയിൽ നിങ്ങൾ പിഴച്ച ആരോപണങ്ങൾ നിങ്ങൾ നടത്തരുതെന്നും നന്മ ഞാൻ കൽപ്പിക്കുമ്പോൾ ആ കാര്യത്തിൽ എന്നോട് നിങ്ങൾ എതിർത്ത് നിൽക്കരുതെന്നും എന്നെ ധിക്കരിക്കരുതെന്നും ഒക്കെയായിരുന്നു, ആ കാര്യത്തിലായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ബൈഅത്ത് നടത്തിയത്. എന്നിട്ട് റസൂൽ പറഞ്ഞു, അമ്മൻ വഫാ മിൻകും ഫാജറുഹു അലല്ലാഹ്, ഇത് കൃത്യമായി പാലിക്കുന്ന ആൾ അള്ളാഹു അവന് പ്രതിഫലം നൽകും. അമ്മൻ അസാവ മിൻ ദാലിക ഷൈഅൻ ഫഉഖിബ ബിഹി ഫി ദുനിയാ ഫഹുവ ലഹു കഫാറ, ആരെങ്കിലും ലംഘിച്ചാൽ അതിന് പകരമായി ശിക്ഷ ദുനിയാവിൽ വെച്ച് തന്നെ അവൻ നൽകപ്പെട്ടാൽ അതവന് പ്രായശ്ചിത്തമായി
എന്നും ഇനി ആരെങ്കിലും അത് ലംഘിക്കുന്ന പക്ഷം അള്ളാഹു അത് മറച്ചു വെച്ചു, ആരെ അറിയിക്കാത്ത പക്ഷം ഫാംറുഹു ഇലല്ലാഹ്, അവൻ്റെ കാര്യം പിന്നെ അള്ളാഹുങ്കലാണ്, അത് ആഖിറത്തിൽ വെച്ചാണ് അള്ളാഹു അതിന് ശിക്ഷയും ഒക്കെ കൊടുക്കുന്നത്. ഇൻഷാ കബഹു ഇൻഷാ അഫ അൻഹു, അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവനെ ശിക്ഷിക്കും, അല്ലെങ്കിൽ അവനെ വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചരിത്രകാരൻ ഇബ്നു ഹിഷാം റഹിമഹുല്ലാ അദ്ദേഹം തൻ്റെ സീറയിൽ ഇത് വ്യക്തമായി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വഹീഹ് ബുഖാരിയിൽ ബാബു അലാമത്തുൽ ഈമാൻ ഹുബ്ബുൽ അൻസാർ എന്ന അധ്യായത്തിലും ഇത് കൊടുക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ മദീനയിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശവുമായി പ്രവാചകൻ പറഞ്ഞയച്ചത് അവ്വലു സഫീറു ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ ഫസ്റ്റ് അംബാസഡർ എന്ന പേരിൽ അറിയപ്പെട്ട മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയാണ്. അവിടെ മദീനയിൽ ചെന്ന് ഇസ്ലാമിൻ്റെ മതവിധികളെ ജനങ്ങളെ പഠിപ്പിക്കുകയും ഇസ്ലാമിക ദഅവത്ത് നടത്താൻ അവരെ പ്രാപ്തരാക്കുകയും ഷിർക്കിൽ അകപ്പെട്ട ആളുകളെ ഷിർക്കിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി വ്യക്തമായ പ്രബോധനം നടത്താനുമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുവാവായ ചെറുപ്പക്കാരനായ മുസ്അബ് ബിൻ ഉമൈറിനെ പറഞ്ഞയച്ചത്. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മദീനയിലെ തന്നെ മറ്റൊരു വിശ്വാസിയായ അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലാണ് അദ്ദേഹം താമസമാക്കി, അദ്ദേഹത്തിൻ്റെ അതിഥിയായിട്ട്. അവർ രണ്ടുപേരും കൂടി ഇസ്ലാമിനെ പറ്റി പരിചയപ്പെടുത്താൻ തുടങ്ങി ജനങ്ങളോട്. നന്നായി മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു വളരെ മധുരോദാരമായി അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്തു. അദ്ദേഹത്തിൻ്റെ മധുര ശബ്ദത്തിലുള്ള ഖുർആൻ ജനഹൃദയങ്ങളിൽ വല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നാണ്. ആ ദഅവത്തിൻ്റെ മാർഗത്തിൽ അവർ സഹിച്ച ത്യാഗം ചരിത്രകാരന്മാർ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അസ്അദ് ബിൻ സുറാറയുടെ വീട്ടിൽ അതിഥിയായി ഒരു ദിവസം അബ്ദുൽ അഷ്ഹൽ എന്ന് പറയുന്ന അവരുടെ ഗോത്രത്തിലേക്ക് അവർ രണ്ടുപേരും കടന്നു ചെന്നു. രണ്ടുപേരും ഒരു കിണറ്റിൻ്റെ അരികിൽ ഇരിക്കുകയാണ്. എന്നിട്ട് അവിടെ അവർ എന്ത് ചെയ്തു? ദഅവത്ത് നന്നായി അവരെ കൊണ്ട് സാധിക്കും വിധത്തിൽ അവർ നടത്തുകയാണ്. അങ്ങനെ അവർ ഇരുന്നിടത്ത് ഇസ്ലാമിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ മുസ്ലിങ്ങളായ കുറേ ആളുകളുണ്ടായിരുന്നു. അവരെല്ലാം കൂടി ഒരുമിച്ച് കൂടി അവിടെ സഅദ് ബിൻ മുആദ്, ഉസൈദ് ബിൻ ഹുദൈർ, ഇവർ രണ്ടുപേരും ഈ പറഞ്ഞ അബ്ദുൽ അഷ്ഹൽ ഗോത്രത്തിൻ്റെയും ബനി ലഫറിൻ്റെയൊക്കെ നായകരായിരുന്നു, ഗോത്ര തലവന്മാരായിരുന്നു. അവരന്ന് മുശ്രിക്കുകളായിരുന്നു. അസ്അദ് ബിൻ സുറാറയുടെയും ഇസ്അബ് ബിൻ ഉമൈറിൻ്റെയും ശബ്ദം കേട്ടപ്പോൾ അവരവിടെ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ അവിടെ സഅദ് ഉസൈദിനോട് പറയാണ്, താങ്കൾ പോയിട്ട് അവിടെ നമ്മളിലെ വിഡ്ഢികളാക്കുന്ന, അവരുടെ വിവരമില്ലായ്മ മുതലെടുക്കുന്ന ആളുകളോട് നിർത്താൻ പറയുക, അവരോട് സ്ഥലം വിടാൻ പറയുക എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ അസ്അദ് പറയുകയാണ്, എൻ്റെ സഹോദരി പുത്രനായിരുന്നില്ല എങ്കിൽ ഞാൻ മുസ്അബ് ബിൻ ഉമൈറിനെ ഞാൻ തടയുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉസൈദ് കേട്ട മാത്രയിൽ തൻ്റെ കടാര ഊരി പിടിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരുടെയും നേർക്ക് നടന്നെടുക്കുകയാണ്. അപ്പോൾ അസ്അദ് ഉസൈദിനെ കണ്ടപ്പോൾ മുസ്അബിനോട് പറഞ്ഞു, റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതാ ഈ വരുന്നത് ഈ ഗോത്രത്തിൻ്റെ നായകനാണ്, താങ്കൾ അള്ളാഹുവിനെ കുറിച്ച് സത്യസന്ധമായി അദ്ദേഹത്തെ പരിചയപ്പെടുത്തുക. അപ്പോൾ മുസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം ഇരിക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിക്കാം. അങ്ങനെ ഉസൈദ് വന്നുകൊണ്ട് വല്ലാതെ ശകാര ഭാഷയിൽ സംസാരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇബ്നു ഹിഷാം തൻ്റെ സീറയിൽ എടുത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെന്തിനാണ് ഇവിടെ വന്നത്? ഞങ്ങളുടെ വിഡ്ഢികളെ, ദുർബലന്മാരായ ആളുകളെ വിഡ്ഢികളാക്കുകയാണോ? നിങ്ങൾക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് പോകണം. അപ്പോൾ മുസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവൽ തജ്ലിസ് ഫതസ്മ, താങ്കൾക്കൊന്ന് ഇരുന്നൂടെ, ഞങ്ങൾ പറയുന്നത് കേട്ടൂടെ എന്നാണ്. ഇതാണ് ദഅവത്ത് മേഖലയിൽ നമ്മളൊക്കെയും ഇസ്ലാമിക പ്രബോധകരെന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട പ്രബോധന മാർഗത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ടോൺ എങ്ങനെ ആകണമെന്ന് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. തെറിക്ക് പകരം തെറി, തൊഴിക്ക് പകരം തൊഴി, ശകാരത്തിനു പകരം ശകാരം എന്നത് ഒഴിവാക്കിക്കൊണ്ട് തന്നെ മനസ്സുകളെ കീഴടക്കും വിധത്തിലുള്ള സംസാര ശൈലി നമ്മൾ സ്വന്തമായി അത് പരിശീലിക്കണം.
താങ്കൾക്കൊന്ന് ഇരുന്നുകൂടെ, താങ്കൾക്കൊന്ന് കേട്ടുകൂടെ? ഫൈൻ റളീത്ത അംറൻ ഖബിൽതഹു, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും താങ്കൾക്ക് സ്വീകാര്യമാണെങ്കിൽ താങ്കൾക്ക് സ്വീകരിക്കാമല്ലോ. ഫൈൻ കരീഹതഹു കുഫ്ഫ അൻക മാ തക്റഹു, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ താങ്കൾക്ക് അനിഷ്ടകരമാണെങ്കിൽ, ഇഷ്ടമില്ലാത്തതാണെങ്കിൽ താങ്കൾക്ക് തടയുകയും ചെയ്യാമല്ലോ. അത് കേട്ടപ്പോൾ ആ ഒരു വാക്ക് അദ്ദേഹത്തിന് വളരെ ശരിയായിട്ട് തോന്നി. ഉസൈദ് പറഞ്ഞു, അൻസഫ്ത, താങ്കൾ പറഞ്ഞ ന്യായമായൊരു കാര്യമാണ്. അങ്ങനെ തൻ്റെ കടാരയും ഊരിപ്പിടിച്ച് കുത്തി നിർത്തിക്കൊണ്ട് മിസ്അബ് പറയുന്നത് കേൾക്കാൻ തയ്യാറാവുകയാണ്. അങ്ങനെ മിസ്അബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെ പറ്റി ഉസൈദിനോട് ദീർഘമായി സംസാരിച്ചു. അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുത്തു. അത് കേട്ട മാത്രയിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, വല്ലാഹി ലഅറഫ്നാ ഫി വജ്ഹിൽ ഇസ്ലാം ഖബ്ല യതകല്ലം, ഇദ്ദേഹം സംസാരിക്കും മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് ഇസ്ലാമിനെ ഞാൻ വായിച്ചറിഞ്ഞു എന്നാണ്. എന്നിട്ട് അത് കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞ വാക്ക്, മാ അഹ്സന ഹാദാ വ അജ്മല, എത്ര മധുരമാണ്, എത്ര സുന്ദരമാണ് അദ്ദേഹം പറഞ്ഞത്. കൈഫ തസ്നഊന ഇദാ അറത്തും അൻ തദ്ഖുലൂ ഫി ഹാദദ്ദീൻ, ഒന്ന് പറഞ്ഞു തരൂ നിങ്ങൾ. ഉസൈദ് അവിടെ കൂടിയുന്ന ആളുകളോട് പറയാണ്, മൊത്തത്തിൽ അദ്ദേഹം പറയാണ്, ഈ ദീനിലേക്ക് കടന്നു വരാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്, നിങ്ങളെന്താ സാധാരണ ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ അവർ രണ്ടുപേരും, ഉസൈദും അതേപോലെ തന്നെ മിസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഗ്തസിൽ വതതഹർ സൗബക വതതഹിർ സൗബക, താങ്കളൊന്ന് കുളിച്ചു വരൂ, താങ്കളുടെ വസ്ത്രം വൃത്തിയാക്കൂ, എന്നിട്ട് താങ്കൾ ഷഹാദത്ത് കലിമ ചൊല്ലൂ എന്ന്, എന്നിട്ട് താങ്കൾ 2 റക്അത്ത് നമസ്കരിക്കാനും പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പോയി കുളിച്ചു, വസ്ത്രം ശുദ്ധിയാക്കി, എന്നിട്ട് 2 റക്അത്ത് നമസ്കരിച്ചപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുന്ന വാക്കുണ്ട്, എൻ്റെ ഇന്ന വറാഇ റജുലൻ ഇൻ തബിഅകുമാ ലം യതഖല്ലഫ് അൻകും അഹദും മിൻ ഖൗമിഹി എന്നാണ്. എൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുണ്ട്, നിങ്ങൾ രണ്ടുപേരും അല്ലേ, അദ്ദേഹം നിങ്ങൾ രണ്ടുപേരെയും പിന്തുടർന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ മാർഗം കാണിച്ചു തരാം, എൻ്റെ ഒരു സമുദായം മുഴുവനും അവർ ഇസ്ലാമിലേക്ക് കടന്നു വരും എന്നാണ്. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു തൻ്റെ കഠാരയുമായി നേരെ അദ്ദേഹത്തിൻ്റെ ജനതയ്ക്കടുത്തേക്ക് പോയി. അവിടെ കൂടിയിരുന്ന ആളുകളോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അപ്പോൾ സഅദ് പറഞ്ഞു, അഹ്ലുഫു ബില്ലാഹ് ലഖദ് ജാഅകും ബിഗൈറിൽ വജ്ഹി അല്ലദീ ദഹബ ബിഹി മിൻ ഇൻദകും എന്നാ പറഞ്ഞത്. അദ്ദേഹം പോയ പോലെയല്ല തിരിച്ചു വന്നിരിക്കുന്നത്, മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഉസൈദ് അവിടെ കൂടിയിരുന്ന ആളുകളോട് പറഞ്ഞു, ഉസൈദ് റളിയല്ലാഹു അൻഹു അവിടെ കൂടിയിരുന്ന ആളുകളോട് പറഞ്ഞു, ഞാൻ ആ ആളുകളോട് രണ്ടുപേരോട് സംസാരിച്ചു, പക്ഷേ എനിക്ക് സംസാരിച്ചതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു തെറ്റും അങ്ങനെ തോന്നിയിട്ടില്ല എന്നാണ് അവിടെ പറഞ്ഞത്. ഉസൈദ് റളിയല്ലാഹു അൻഹു ആ സംഭവം പറഞ്ഞു. അതേപോലെ തന്നെ ഇദ്ദേഹത്തോടും ഊരിപ്പിടിച്ച കടാരയുമായി വന്ന സഅദിനോടും ഇതേപോലെ തന്നെ മിസ്അബ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ കൂടെയുള്ള അസ്അദ് ബിൻ സുറാറയും പിന്നീട് മുസ്ലിമായി തീർന്ന സഅദ് റളിയല്ലാഹു അൻഹു അവരൊക്കെയും സംസാരിച്ചപ്പോൾ അസ്അദിന് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അവിടെ മനംമാറ്റമുണ്ടായി. അങ്ങനെ അവരെല്ലാം ഈ പറഞ്ഞ 3 പേരും ഇസ്ലാം സ്വീകരിക്കേണ്ടായ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകൻ്റെ ദൗത്യവും പേറി മദീനയിലേക്ക് കടന്നു വന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് മിസ്അബ് ബിൻ ഉമൈർ. അദ്ദേഹം അസ്അദ് ബിൻ സുറാറയുടെ അടുക്കൽ അതിഥിയായി എത്തി. അവിടെ നിന്ന് ഉസൈദ് റളിയല്ലാഹു അൻഹു ഗോത്രത്തലവനാണ്. അതേപോലെ തന്നെ സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഗോത്രത്തലവനാണ്. അവർ ഇസ്ലാം സ്വീകരിച്ചതിലൂടെ ഒരു സമൂഹം മുഴുവനും ഇസ്ലാം സ്വീകരിക്കുന്നൊരവസ്ഥ വളരെ അത്ഭുതകരമായ കാഴ്ച തന്നെയായിരുന്നു ആ ഒരു കാഴ്ച. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതനുസരിച്ച് കൃത്യമായി ഇസ്ലാമിക ദഅവത്ത് നടത്തിയതിൻ്റെ അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഫലം യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് കിട്ടുകയുണ്ടായി. സഅദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് അബ്ദുൽ അഷ്ഹൽ ഗോത്രത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ എൻ്റെ കാര്യത്തിൽ എന്താണ് നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ നേതാവാണ് താങ്കൾ, ഞങ്ങളിലെ വിശ്വസ്തനാണ് താങ്കൾ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി എനിക്ക് നിങ്ങളിലെ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും സംസാരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. നിങ്ങൾ അള്ളാഹുവിലും എൻ്റെ റസൂലിലും വിശ്വസിക്കുന്നത് വരെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം അവിടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആണും പെണ്ണും ഇസ്ലാം സ്വീകരിച്ചു എന്നാണ്. അതിൽ ഒരാൾ മാത്രം, ഉസൈൻ ഇബ്നു
ഉസൈറിം എന്ന് പറയുന്ന ഒരാൾ മാത്രം അപ്പോൾ ഇസ്ലാം സ്വീകരിച്ചില്ല. അദ്ദേഹം പിന്നീട് ഉഹദ് യുദ്ധം വരെ അദ്ദേഹം കാഫിറായിരുന്നു. ഉഹദ് യുദ്ധ സമയത്ത് അദ്ദേഹം മുസ്ലിമായി. ആ യുദ്ധത്തിൽ തന്നെ അദ്ദേഹം പോരാടുകയും കൊല്ലപ്പെടുകയും ചെയ്തു. നോക്കണം, വലം യസ്ജുദിലില്ലാഹി സജദത്തൻ, അള്ളാഹുവിന് വേണ്ടി ഒരു സുജൂദ് പോലും ആ മനുഷ്യൻ ചെയ്തിട്ടില്ല. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ധീര രക്തസാക്ഷിയുടെ രക്തസാക്ഷിത്വത്തെപ്പറ്റി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അമലുൻ ഖലീലൻ വ അജ്റുൻ കസീറ. അമില ഖലീലൻ വ ഉജ്റ കസീറ എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ചെയ്തത് വളരെ ചെറിയൊരു പണിയാണ്, നേടിയതോ പമ്പിച്ച പ്രതിഫലവും എന്ന് റസൂൽ പറയുകയുണ്ടായി. അവിടെ മിസ്അബ് റളിയല്ലാഹു അൻഹു അസ്അബ് സുറാറയുടെ വീട്ടിൽ ദിവസങ്ങളോളം ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് താമസിച്ചു. അങ്ങനെ അത് അൻസാരികളുടെ ഭവനമായി മാറി. ഇസ്ലാം സ്വീകരിച്ചു വന്ന മുസ്ലിങ്ങൾക്കും അഥവാ അതിലെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും താമസിക്കാൻ പറ്റുന്ന രീതിയിൽ അതിലേക്ക് മാറി. ഒരുപാട് ആളുകൾ അവരെ പിന്തുടർന്ന് വന്നു. അങ്ങനെ ഇസ്ലാം ഒരുപാട് അവിടെ വ്യാപിക്കുകയും കുറേ ആളുകൾ ഇസ്ലാമിലേക്ക് വരികയും ചെയ്തു. ഇതൊക്കെയും യഥാർത്ഥത്തിൽ മിസ്അബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി നിർവഹിച്ചപ്പോൾ രണ്ട് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഗോത്രങ്ങൾക്കുണ്ടായ പരിവർത്തനമാണ് നമ്മൾ ഇത്ര സമയവും കേട്ടത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഏറ്റവും വലിയ സൗഭാഗ്യമായി നമ്മൾ കണ്ടുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ അനുയായികളായി തീരാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.